കേരളം പിറന്ന നാൾ മുതൽ നെന്മാറ നിയോജകമണ്ഡലം ഒരു സ്വപ്നത്തിൻ്റെ കഥ പറഞ്ഞു. ബ്രിട്ടീഷുകാരുടെ കാലത്തെക്കുറിച്ചല്ല, അതിനപ്പുറം നമ്മുടെ നാട്ടുകാരുടെ കൈകളാൽ രൂപപ്പെടുത്തിയ പുതിയൊരു ലോകത്തെക്കുറിച്ചാണ് ഈ കഥ. കെ.എ. ചന്ദ്രൻ്റെ കാലം, വികസനത്തിൻ്റെ പ്രതീക്ഷ. 1996 കെ.എ. ചന്ദ്രൻ MLA ആയപ്പോൾ നെന്മാറയിൽ ഒരു പുതിയ ദിശാബോധം ഉദിച്ചു. പലകപ്പാണ്ടി വെള്ളച്ചാട്ടത്തിൽ നിന്ന് ചുള്ളിയാർ ഡാമിലേക്ക് വെള്ളമെത്തിക്കുന്ന ചുള്ളിയാർ ജലസേചന പദ്ധതി, നെന്മാറയിൽ നിന്ന് നെല്ലിയാമ്പതിയിലേക്കുള്ള മിനുസമാർന്ന റോഡ്, മീങ്കര കുടിവെള്ള പദ്ധതി, വരൾച്ചയുടെ നാളുകളിൽ ജനങ്ങൾക്ക് വെള്ളം നൽകിയ ജീവരേഖ, ഇതെല്ലാം ചന്ദ്രൻ്റെ കാലത്തെ ഓർമ്മകളാണ്. നെഹ്റുവിൻ്റെ 1ാം പഞ്ചവത്സര പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ നിർമ്മിച്ച 6 ഡാമുകൾ ഇവിടെയുണ്ട്. 30 കോടി രൂപ മുടക്കി എക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പിട്ടുപീടിക കൈകാട്ട് റോഡ് ശ്രീ കെ.എ. ചന്ദ്രൻ്റെ കാലത്തുണ്ടായ ഏറ്റവും വലിയ വികസനമാണ്. അതുപോലെ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിട്ടിരുന്ന അയലൂർ പഞ്ചായത്തിൽ 3.50 കോടി രൂപ മുടക്കി എക്കോ ടൂറിസവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചത് അദ്ദേഹത്തിൻ്റെ കാലത്താണ്. 55 കിയോസ്കുകൾ നിർമ്മിച്ച് മറ്റു യൂണിറ്റുകൾക്കും മോട്ടോർ സപ്ലൈ ചെയ്ത് ആ പഞ്ചായത്തിൻ്റെ പരിപൂർണ കുടിവെള്ളക്ഷാമം പരിഹരിച്ചത് അദ്ദേഹത്തിൻ്റെ കാലത്താണ്. അതുപോലെ അയലൂർ പഞ്ചായത്തിൽ ആദ്യമായി ഒരു IHRD കോളേജ് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത് അദ്ദേഹത്തിൻ്റെ കാലത്താണ്. പക്ഷേ അതിനുശേഷം ഇന്നത്തെ നെന്മാറ ഒരു തകർച്ചയുടെ കഥ. കെ.എ. ചന്ദ്രൻ നിർമ്മിച്ച ആധുനിക റോഡുകൾ ഇന്ന് പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിൽ എത്രയെത്രയോ ജീവനുകൾ പൊലിയുന്നുണ്ട്. നെല്ലിയാമ്പതി, കേരളത്തിൻ്റെ ഊട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മനോഹരമായ തേയിലത്തോട്ടങ്ങളുടെ നാട്, ഇന്ന് ടൂറിസത്തിലൂടെയുള്ള വികസനം കാത്തുകൊണ്ടിരിക്കുന്നു. വ്യവസായ വളർച്ച, റോഡുകളുടെ വീതി, ഒന്നിനും മാറ്റം വന്നിട്ടില്ല. കൊല്ലങ്കോട്ടെ രാജാവിൻ്റെ കാലത്തെ ഊട്ടറപ്പാലം ഇന്നും അവിടെയുണ്ട്. ബ്രിട്ടീഷുകാർ പണിത ആ പാലം ഇടിഞ്ഞു വീണിട്ടും താൽക്കാലിക കേടുപാടുകൾ തീർത്തു നിൽക്കുന്നു. ചെറിയ വാഹനങ്ങൾ മാത്രം എന്ന അറിയിപ്പ് മറികടന്ന് ഇന്നും ബസ്സുകൾ പോലും ആ പാലത്തിൽ കയറുന്നു. അപകടങ്ങളുടെ ഭീഷണി ഒരു നിഴലായി നിൽക്കുന്നു. പറമ്പിക്കുളത്തിൻ്റെ ഏകാന്തത. മുതലമട പഞ്ചായത്തിലെ പറമ്പിക്കുളം വാർഡ് ഒരു ഭൂമിശാസ്ത്രപരമായ പ്രതിസന്ധി. ഇവിടെയുള്ളവർക്ക് സ്വന്തം ഗ്രാമപഞ്ചായത്തിലെത്താൻ 65 കിലോമീറ്റർ തമിഴ്നാടിലൂടെ യാത്ര ചെയ്യണം. ആ യാത്രയിൽ ജീവനും മുറുകെ പിടിച്ച് ഏതു നിമിഷവും അപകടവും കാത്തിരിക്കുന്ന ആ വഴിയിലൂടെ വേണം യാത്ര ചെയ്യാൻ. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ എത്താൻ പോലും ഇങ്ങനെ യാത്ര ചെയ്യണം. ചന്ദ്രന്റെ കാലത്ത് തുടങ്ങിവെച്ച മുതലമട പഞ്ചായത്തിലെ ചെമ്മണാമ്പതി മുതൽ തേക്കടി വരെയുള്ള റോഡ് ഇന്നും പൂർത്തിയാകാതെ ഒരു സ്വപ്നമായി കിടക്കുകയാണ്. ടൂറിസത്തിന് ഏറ്റവും അനുയോജ്യമായ സീത സ്നാനം ചെയ്തുവെന്ന് പഴമക്കാർ ഐതിഹ്യങ്ങളുടെ കഥ പറയുന്ന സീതാർകുണ്ട് വെള്ളച്ചാട്ടം കാണാൻ വരുന്ന ആളുകളെ സ്വീകരിക്കുന്നത് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ്. കെ.എ. ചന്ദ്രന്റെ കാലത്ത് തുടങ്ങിവെച്ച കൊല്ലങ്കോട്, നെന്മാറ, കൊടുവായൂർ ഗ്രാമപഞ്ചായത്തുകളുടെ ടൗണിലൂടെ ബൈപ്പാസ് റോഡ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു നടപടികളും ഇന്നുവരെ സ്വീകരിച്ചിട്ടില്ല. ഒടുവിലൊരു ചോദ്യം: എത്ര MLA-മാർ വന്നുപോയി? മരണവീടുകളിലും കല്യാണ വീടുകളിലും പോകുക മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. നെന്മാറ നിയോജകമണ്ഡലത്തിൽ ഒരു ഗവൺമെൻറ് കോളേജോ പ്രൈവറ്റ് കോളേജോ ആർട്സ് ആൻഡ് സയൻസ് കോളേജോ ഇന്നുവരെ വന്നിട്ടില്ല. NSS കോളേജ് എന്ന് പറയുന്നത് ആലത്തൂർ നിയോജക മണ്ഡലത്തിലാണ്. ഫോറസ്റ്റ് ചാർട്ടിൽ മറഞ്ഞ പഴയ റെയിൽവേ പോലെ ഇവിടത്തെ വികസന പ്രതീക്ഷകളും ഇന്ന് നഷ്ടമായിരിക്കുന്നു.